ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇപ്പൊ രഞ്ജിത്തിന്റെ ഒരു അറസ്റ്റുമായിട്ട് 2 ദിവസം ഫുൾ ആ ന്യൂസ് തന്നെയായിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെ പീഡന കേസിന് അറസ്റ്റ് ചെയ്തു, കയറി പിടിച്ചതിന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ കൂടെ ഹൈലൈറ്റ് ആയിട്ട് വേറൊരു ന്യൂസും കൂടി വരുന്നുണ്ട്. നമ്മളെ പഴയ ഒടുവിലുണ്ണി കൃഷ്ണനല്ലേ, പുള്ളിക്കാരൻ ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ പിന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേരുടെ സെറ്റിൽ വന്നിരുന്നപ്പോൾ ഇങ്ങേര് കുറച്ച് ചൂടിലായിരുന്നു. ചൂടിൽ മീൻസ് കുറച്ച് മദ്യപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്തോ ഒരു തമാശ ഈ ഒടുവിലുണ്ണി കൃഷ്ണൻ ഈ പുള്ളിയോട് പറഞ്ഞു ഇത്രേ. അപ്പൊ ചുറ്റും ആളുകളെല്ലാം കൂടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങേരിത് പറഞ്ഞത്. ഇങ്ങേരിത് പറഞ്ഞപ്പോൾ ആ തമാശ അത്ര പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങേര് എന്ത് ചെയ്തു, പ്രായത്തെയും കൂടി ബഹുമാനിക്കാതെ ഈ രഞ്ജിത്ത് അയാളുടെ മുഖത്തേക്ക് ഒരു അടി കൊടുത്തു. ഇത് അടി കിട്ടിയ ഇയാൾ മറിഞ്ഞു വീണു. കൂടെ ഉണ്ടായിരുന്ന ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് ഇയാളെ എഴുന്നേൽപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് സാരല്ല പോട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഈ രഞ്ജിത്തിനോട് എതിർക്കാൻ ആർക്കും വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചാൽ, അന്ന് ആര് എതിർത്തോ അവര് പിന്നെ ആ സിനിമയിൽ നിന്ന് പുറത്താ. ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയിട്ട് ഹീറോയിസം കളിച്ചു കഴിഞ്ഞാൽ ഉള്ള ചാൻസ് പോകുന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അന്ന് ആരും ഇതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഈ വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് പലരുടെയും പോസ്റ്റുകളുണ്ട് ഇതേക്കുറിച്ചിട്ട് തന്നെ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് കിട്ടാതെ ആരും ഇവിടുന്ന് മടങ്ങൂല എന്നുള്ളതാ. ഈ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന സിനിമാ നടൻ നമുക്കൊക്കെ എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടതുമാണ്, അത്രയും ഇഷ്ടമാണ്, നല്ലൊരു കലാകാരനുമാണ്. അങ്ങേര് പറഞ്ഞൊരു തമാശ പറ്റാത്തതിന്റെ പേരിൽ അത്രയും പേരുടെ മുമ്പിൽ അടിച്ച സമയത്ത് അന്ന് അവിടെ വെച്ചിട്ട് തന്നെ പലരും പറഞ്ഞു ഇത്രയും നിങ്ങൾ പേടിക്കണ്ട, കാരണം നിങ്ങളെ ഇപ്പൊ ഈ ചെയ്തത് ഈ ചുറ്റുവട്ടത്തിലെ ആളുകൾ മാത്രമേ കണ്ടുള്ളൂ. നാളെ ഈ ലോകം മലയാളികളുടെ മുമ്പിൽ തന്നെ ഇങ്ങേര് തല കുനിച്ച് നിൽക്കേണ്ട ഒരവസരം മുകളിലൊരാളുണ്ടല്ലോ, അങ്ങേര് കൊണ്ടെത്തിക്കുന്നുള്ളത് അന്ന് തന്നെ അവിടുന്ന് പലരും പറഞ്ഞു ഇത്രേ. അപ്പൊ അയാൾ അത് നിസാരമായിട്ട് ചിരിച്ചു തള്ളി ഒഴിവാക്കി വിട്ടത് അത്രേ. പക്ഷെ ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ, ഈ ആറാം തമ്പുരാൻ ഈ സിനിമയ്ക്ക് ശേഷം പിന്നെ ഈ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന നടൻ ഏത് സെറ്റിൽ വന്നാലും പരിധി വിട്ടുള്ള തമാശകളോ അതല്ലേ പരിധി വിട്ടുള്ള സംസാരങ്ങളോ ഒന്നുമില്ലാണ്ടായി. അയാളുടെ എന്താ പറയാ ഒരു മാറ്റം മറ്റുള്ളവർക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അയാളൊരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടി. എന്തെന്ന് ചോദിച്ചാൽ ഒരു വട്ടം ഇങ്ങനെ അനുഭവം ഉണ്ടായി. അതിന്റെ പേരിൽ ഇനി ഇന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അയാളുടെ ചിരിയും കളിയും തമാശകളെല്ലാം ഒഴിവാക്കി അയാൾ എന്തിനാണോ വിളിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ദൗത്യം മാത്രം ചെയ്ത് അയാൾ വീട്ടിലേക്ക് പോവുക എന്നുള്ള ഒരു നടനിലേക്ക് അയാൾ മാറി. അത് പലരും ഇപ്പൊ ഈ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് നേരി കണ്ട അനുഭവത്തെ കുറിച്ചിട്ടും ഉണ്ടായ സംഭവത്തെ കുറിച്ചിട്ടെല്ലാം. ഇപ്പൊ ഈ രഞ്ജിത്തിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയും. ഒരു യുവനടിയെ കയറി പിടിച്ചു, ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ 14 ദിവസത്തേക്ക് ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അന്ന് കോടതിയിൽ ഹാജരാക്കാൻ ആ ജഡ്ജിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ലേഡിയാണ് പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും റിമാൻഡ് ഒഴിവാക്കി കിട്ടുമെന്ന്. അപ്പൊ തന്നെ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല, ഇത് ഇത്തിരി പബ്ലിസിറ്റി ആയതാണ്, അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് അപ്പൊ തന്നെ ആ ലേഡി പറയുന്നത് നിങ്ങൾക്ക് ആ ന്യൂസ് ചാനലിൽ തന്നെ കാണാം. അങ്ങനെ എന്ത് ചെയ്തു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനു മുമ്പും ട്രാൻസ്ജെൻഡറിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഇയാൾ വന്നിരുന്നു. ഒരു പയ്യൻ വന്നിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അയാൾ ഊരിപ്പോന്നു. പിന്നെ ഈ സമയത്ത് ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ പറയുക, ഈ കേസ് നടന്നിട്ട് കാലത്തിലേക്കണോ, ഈ കേസ് നടന്നിട്ട് ചുരുങ്ങിയത് 10 മാസം കഴിഞ്ഞിരിക്കണു. ഈ യുവനടിയുടെ വിഷയം നടന്നിട്ട്. ഈ യുവനടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു നടിയുടെ പേര് കിട്ടി. ആ നടിയുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞ അയാളപ്പുറത്തെ സെല്ലിൽ ഞാനും ഉണ്ടാവും. കാരണം പോലീസ് പോലും ഇത് മറച്ചു വെച്ചിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ ഓൺലൈൻ യൂട്യൂബറും ഓൺലൈൻ മീഡിയസും തോന്നിയവരുടെ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവും എന്നുള്ളത് പോലീസ് മുന്നറിയിപ്പും തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആരാണെന്നുണ്ടെങ്കിലും അവര് പുറത്തു വിടുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തായാലും ഈ യുവനടി എന്ന് പറയുന്നത് മലയാളത്തിന്റെ നടിയല്ല, മലയാളത്തിലേക്ക് അഭിനയിക്കാൻ വന്നൊരു നടിയാണ്. ഈ നടി 3ഓളം സിനിമകളിൽ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ 3ഓളം തിയേറ്റർ പോലും നേരങ്ങത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതിലുപരി പിന്നെ ഒരു പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നത് പോലെ ഈ യുവനടി കാരവാനിൽ ഇരിക്കുന്ന സമയത്ത് ഈ രഞ്ജിത്ത് അതിന്റെ അകത്തേക്ക് കയറി ചെന്ന് ഈ യുവനടിയെ കയറി പിടിച്ച സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാവൽ നിന്നതും വേറൊരു പെണ്ണാണ്. അപ്പൊ ആ പെണ്ണിനറിയാം അകത്തുള്ളതും എന്നെ പോലെ ഒരു പെണ്ണാണെന്ന്. എന്നിട്ട് പോലും ആ പെണ്ണ് മറ്റേ പെണ്ണിനോട് ഒരു പരിഗണന കാണിച്ചില്ല എന്നുള്ളത്. പിന്നെ ഒരു 10 മാസം മുമ്പ് കഴിഞ്ഞൊരു വിഷയം, അന്നൊരു നടപടി പെട്ടെന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് എല്ലാവരും മറന്നു തുടങ്ങിയ സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഒരു അറസ്റ്റ് ഉണ്ടാകലും ഇയാളെ
പെട്ടെന്ന് റിമാൻഡ് ചെയ്യലും ഇതിനൊക്കെ വേറെ ട്വിസ്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഇങ്ങേര് പണ്ട് തൊട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അത്രയും സജീവമായിട്ടുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ടൈം നോക്കിയിട്ട് തന്നെ പോലീസ് ഇയാളെ പിടിച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പറയുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പിടിക്കായിരുന്നു, പക്ഷെ തക്കതായ തെളിവില്ലെങ്കിൽ സിമ്പിളായ അയാൾ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഊരിപ്പോരും. പിന്നീട് ഞങ്ങൾക്ക് അയാൾക്കെതിരെയുള്ള എന്ത് നടപടി എടുക്കുകയാണെങ്കിലും അതിനത്ര വാല്യൂ ഉണ്ടാവൂല. കാരണം പോലീസ് മുമ്പ് ഇങ്ങനെ കൊണ്ടുപോയതല്ലേ, ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നുള്ളതൊക്കെ ആയിരിക്കും പിന്നീട് പറയുക. അപ്പം എന്തായി, പുള്ളിക്കാരനെ നല്ല എന്താ പറയുക തക്കതായ ഒരു നേരവും കാലവും മുഹൂർത്തം നോക്കിയിട്ടാണ് ഇപ്പോൾ പോലീസ് തൂക്കിയിട്ടുള്ളത്. അതിന് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഓല കാര്യങ്ങൾക്ക് ഓടുക, എങ്ങനെ സീറ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഭരണം പിടിച്ചെടുക്കാം എന്നുള്ള വെപ്രാളത്തിലാണ് ഓരോരുത്തരും ഓടുന്നത്. ആ സമയത്ത് രഞ്ജിത്തനല്ല ഒടയതമ്പുരാൻ വന്നാലും മോലെ കൊണ്ട് രക്ഷിക്കാൻ പറ്റൂല എന്നുള്ള നിലപാടാണ് രാഷ്ട്രീയക്കാരത്. അപ്പൊ ഈ സമയത്ത് പോലീസിനും ഒരു ഫ്രീയാ, മറ്റുള്ള ഭാഗത്തു നിന്നുള്ള ശല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവർക്കും ഉണ്ടാവൂല. അതാണ് ഈ സമയം തന്നെ നോക്കിയത്. ഇപ്പൊ ആവുമ്പോൾ ആരും ഇടപെടൂല, എങ്ങനെ വേണമെങ്കിലും പോലീസിന് ഇതിൽ കയറിയിട്ട് ചോദ്യം ചെയ്യുക, നടപടി എടുക്കുക ഒക്കെ ചെയ്യാം. 14 ദിവസത്തെ റിമാൻഡാണ് ഇപ്പൊ രഞ്ജിത്തിന് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടിയ ആ 14 ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ ഇനി കസ്റ്റഡിയിൽ വേണോ അതോ ജാമ്യം കൊടുക്കോ എന്നുള്ളതൊക്കെ. പിന്നെ ഇങ്ങേരെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒടുവിലുണ്ണികൃഷ്ണന്റെ ഒരു വിഷയം, അത് നന്നായിട്ട് ഇപ്പൊ സൈബർ ഏറ്റെടുത്തിട്ട് നന്നായിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. ഇങ്ങേര് പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതും ഇങ്ങേരുടെ പ്രവൃത്തിയും ഒക്കെ പല വിധത്തിലായിരുന്നു എന്നുള്ളത് ഇപ്പൊ പലരും എന്താ പറയാ ഓരോരുത്തരുടെ അനുഭവങ്ങളും പോസ്റ്റുകളും ഒക്കെ ഇടുന്നുണ്ട്. അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ, ആരെങ്കിലും കുടുങ്ങിയ പിന്നെ അങ്ങോട്ട് ചവിട്ടി താത്തിക്കോളും. അത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും അത് നമ്മൾ മലയാളികളുടെ വല്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശരിക്കും കുടുങ്ങിയിരിക്കണം. ഇത് ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുമ്പോഴത്തേന് അയാൾക്ക് ഊരി പോരാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. പലരും പല വിധത്തിലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ന്യൂസ് ആക്കുന്നത്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരനായാലും ശരി, ഒരു സിനിമാക്കാരനായാലും ശരി, എത്ര വലിയ മാന്യനായാലും ശരി, ആ ഒരാളെ ഒതുക്കാൻ ഏറ്റവും വലിയൊരു ആയുധം എന്താ അറിയോ? അതൊരു പെണ്ണ് കേസ് നൈസായിട്ടാണ് ചുമത്തി കൊടുക്കുക നല്ലത്. പെണ്ണ് കേസ് ഒരു മനുഷ്യന്റെ മേത്ത് വന്നാൽ അത് എത്ര നമ്മൾ തെളിയിക്കാൻ നോക്കിയാലും നമ്മളെ വിശ്വസിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഈ പെണ്ണ് കേസിന്റെ പ്രത്യേകത. അത് വന്ന് പെട്ടോ ഓ കുടുങ്ങി. പിന്നെ ഇപ്പൊ ഒന്നും വേണ്ട, ദിലീപിന്റെ ഈ വിഷയം നോക്കി, ദിലീപിനെ കോടതി വെറുതെ വിട്ടു, ജനങ്ങൾ വിട്ടോ? വിട്ടില്ല, വിടാനും പോണില്ല. അതാണ് പെണ്ണ് കേസിന്റെ പ്രത്യേകത. എന്തായാലും ഇപ്പൊ എനിക്ക് അയാൾ പണ്ട് പറഞ്ഞ അതേ ഡയലോഗിനെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, മിസ്റ്റർ രഞ്ജിത്ത്, താങ്കളിലൊരു നല്ലൊരു നടൻ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഊരിപ്പോരാ. അല്ല താങ്കൾ ഇതൊക്കെ പാടെ ചെയ്തിക്കണു വെച്ചെങ്കിൽ അവിടെ ഇന്ന് കമ്പിയണ്ണവും ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഇതിൽ വേറെ ഒന്നും ചെയ്യാല്ല. എന്നാ പോട്ടെ, ശരി എന്നാ.